ഇഗ്നിസ് ഓർ വാഗനർ, ഇതിൽ ഏതെടുക്കണമെന്ന് വണ്ടർ അടിച്ചിരിക്കുകയാണോ? ദിസ് ഇസ് ഫോർ യു. ആദ്യം തന്നെ നമുക്ക് ഡിസൈനിലേക്ക് വരാം. നമ്മൾ വാഗനറിന്റെ ഡിസൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടോൾ ബോയ് ഡിസൈൻ ആണ്. ഒരുപാട് വർഷങ്ങളായിട്ട് മാരുതി സുസുക്കി പരീക്ഷിച്ച് സക്സസ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വാഗനറിന്റെ എന്ന് പറയുന്നത്. ഇനിയിപ്പം ഇഗ്നിസിന്റെ ഡിസൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു SUV ഒക്കെ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് പറയാം. ഒരു കുഞ്ഞൻ ഒരു ക്യൂട്ട് ഹാച്ച് ബാക്ക് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പം ഇന്റീരിയറിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഗനർ എന്ന് പറയുന്നത് വളരെയധികം ഹെഡ് റൂം ഉള്ള ഒരു വാഹനമാണ്. ഒരു SUVയുടെ അത്ര തന്നെ ഹെഡ് റൂം ഉള്ള വാഹനമാണ് നമ്മുടെ വാഗനർ എന്ന് പറയുന്നത്. നല്ല ഇന്റീരിയർ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമാണ് വാഗനർ എന്ന് പറയുന്നത്. ഇനിയിപ്പം നമ്മളെ എന്താ പറയാ, ഇഗ്നിസിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇന്റീരിയർ സ്പേസും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഇഗ്നിസിലുണ്ട്. ഇനിയിപ്പോൾ ഫീച്ചേഴ്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വാഗനർ അത്രത്തോളം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനമല്ല. കാരണം വളരെ മിനിമൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വാഗനറിലുള്ളൂ. വളരെ ബേസിക് ആയിട്ട് വേണ്ട റെയർ വ്യൂ ക്യാമറയും എന്താ പറയുക ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഒക്കെ നമുക്ക് മിസ്സാണ് നമ്മുടെ വാഗനർ എന്ന് പറയുന്നതിൽ. പക്ഷേ അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇഗ്നിസിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും നമ്മുടെ റെയർ വ്യൂ ക്യാമറയും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അത്യാവശ്യം വാഗനറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഫീച്ചേഴ്സും കുറച്ചും കൂടി നല്ലൊരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ ഇന്റീരിയറിലുള്ള വാഹനം തന്നെയാണ് നമ്മുടെ ഇഗ്നിസ് എന്ന് പറയുന്നത്. ഇനിയിപ്പം എഞ്ചിൻ ഓപ്ഷനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും വരുന്നത് 1.2 ലിറ്റർ നമ്മുടെ K സീരീസിൽ വരുന്ന എഞ്ചിനാണ്. വാഗനറിലാണെങ്കിൽ ഒരു 1 ലിറ്റർ എഞ്ചിനും വരുന്നുണ്ട്. ഇനിയിപ്പം ഇത് തമ്മിൽ ഡ്രൈവിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇഗ്നിസ് കുറച്ചും കൂടി ക്വിക്കറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്താ വെച്ചാൽ വാഗനറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇഗ്നിസ് കുറച്ചും കൂടി ഒരു എയറോഡൈനാമിക് ആയിട്ടുള്ള ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ക്വിക്കറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ഇഗ്നിസിൽ. അതുപോലെ തന്നെ മൈലേജിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈലേജ് നമ്മുടെ വാഗനറിൽ ഏകദേശം ഒരു 12 to 15 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഗ്നിസിലേക്ക് വരുന്ന സമയത്ത് 50 എബോ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതും ഈ ഡിസൈൻ കാരണമാണ്. കാരണം കുറച്ചുകൂടി എയറോഡൈനാമിക് ആണ് നമ്മുടെ ഇഗ്നിസ് എന്ന് പറയുന്നത്. ഇപ്പം എന്താ പറയുക, ഡ്രൈവ് ഫീൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ വാഗനർ അത്രത്തോളം സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം ഹാൻഡ്ലിംഗിൽ മികച്ചു നിൽക്കുന്ന ഒരു വാഹനമല്ല. പക്ഷേ അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇഗ്നിസ് കുറച്ചുകൂടി സ്റ്റേബിൾ ആണ്, കുറച്ചുകൂടി നല്ല ഹാൻഡ്ലിംഗ് ഉള്ള വാഹനമാണ് നമ്മുടെ ഇഗ്നിസ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പല കാര്യത്തിലും ഇഗ്നിസ് മുമ്പിട്ട് നിൽക്കണമെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെല്ലാവുന്ന ഒരു വാഹനമാണ് നമ്മുടെ വാഗനർ എന്ന് പറയുന്നത്. വാഗനറിന്റെ 4% പോലും നമ്മുടെ ഇഗ്നിസ് ഇന്ത്യയിൽ സെല്ലാവുന്നില്ല. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഗനർ എന്താ പറയുക കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള വാഹനമാണ്. കുറച്ച് പ്രായം ചെന്ന ആളുകൾക്കും ഫാമിലിക്കൊക്കെ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ സ്പേസ് ആണ് നമ്മുടെ വാഗനറിലുള്ളത്. മാത്രമല്ല നല്ല ഹെഡ് റൂം ആണ്. മാത്രമല്ല 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോർ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വാഗനറിലുള്ളത്. മാത്രമല്ല ഇഗ്നിസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പ്രൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള വ്യത്യാസമൊന്നുമില്ല. ഇഗ്നിസിനേക്കായി ഏകദേശം ഒരു 50,000 കുറവാണ് നമ്മുടെ വാഗനർ എന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ ഏത് വണ്ടി എടുക്കണം എന്നുള്ളത്.